Hi, hello, friends. Since this is my, I think, 12th class, 12th or 13th class, I have been telling you how to make request. Now, we will start nammalini framing questions. Can you give me that pen? You can weigh these letters. Or can you weigh these letters? ഓക്കെ, അപ്പോൾ നമ്മൾ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ് നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പോൾ സബ്ജക്റ്റ് യു ക്യാൻ, ഓക്കെ, വെർബ് എഗ്രിമെൻ്റാണ് സെൻറ്റൻസ്. അപ്പോൾ അത് ക്വസ്റ്റ്യനായിട്ട് നമുക്ക് ചോദിക്കാം. ഫ്രെയിമിങ് ക്വസ്റ്റ്യൻസ്. വെർബ് സബ്ജക്റ്റ്. ഷീ വിൽ കം ബാക്ക് ടുമോറോ. വിൽ ഷീ കം ബാക്ക് ടുമോറോ? അതിനെ തന്നെ ക്വസ്റ്റ്യൻ ആക്കാം. അത് വില്ലിനെ ആദ്യം വയ്ക്കാം നമുക്ക്. ഓക്കെ, യു ആർ ആംഗ്രി. ആർ യു ആംഗ്രി? ദേ ഹാവ് അറൈവ്ഡ്. ഹാവ് ദേ അറൈവ്ഡ്? ഓക്കെ, അപ്പോൾ വി ക്യാൻ സ്റ്റാർട്ട് നൗ. ക്യാൻ വി സ്റ്റാർട്ട് നൗ? ദ ബോയ്സ് വിൽ ലീവ് സൂൺ. വിൽ ദ ബോയ്സ് ലീവ് സൂൺ? ദേ വർ ലേറ്റ് യെസ്റ്റർഡേ. വർ ദേ ലേറ്റ് യെസ്റ്റർഡേ? ഷി ഹാസ് ഫിനിഷ്ഡ് ഹർ വർക്ക്. Has she finished her work? He is very clever. Is he very clever? അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്തു. ഇനി നമ്മളൊരു കാര്യം ചെയ്യുക. ഫ്രെയിമിങ് നെഗറ്റീവ്സ്. ഗ്രാമർ ആൻഡ് നെഗറ്റീവ്സ്. നമുക്കൊരു കാര്യം ചെയ്യാം. നെഗറ്റീവ്സ് എങ്ങനെയാണ് ഫോം ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഈറ്റിംഗ്. ഹാവൻറ്റ് ബീൻ ഫീലിംഗ് വെൽ. I don't feel like eating. ഇതാണ് ക്വസ്റ്റ്യൻ. ഐ ഫീൽ ലൈക്ക് ഈറ്റിംഗ്, അത് പോസിറ്റീവ്. നെഗറ്റീവ്, ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഈറ്റിംഗ്. അപ്പോൾ ദ സെൻറ്റൻസ് ഇസ് ഐ ഹാവ് ബീൻ ഫീലിംഗ് വെൽ, അത് പോസിറ്റീവ്. ഐ ഹാവൻറ്റ് ബീൻ ഫീലിംഗ് വെൽ, നെഗറ്റീവ്. ഐ ഹാവ് ബീൻ ഫീലിംഗ് വെൽ, ഐ ഹാവൻറ്റ് ബീൻ ഫീലിംഗ് വെൽ. ഓക്കെ, വി ആർ ready. We are not ready. Okay. They, ഇപ്പോൾ നമ്മൾ പറയുന്നു, they will not, this can be done easily. This cannot be done easily. Okay. അപ്പോൾ the man is very clever. The man is not very clever. They were helpful. Were they helpful? That will be difficult. That will be difficult. Will that be difficult? I have seen her recently. I haven't seen her. അപ്പോൾ നമുക്കിവിടെ എന്താ വെച്ചാൽ ഹാവ്, ഹാവൻറ്റ്, ഹാസ്, ഹാസൻറ്റ്, ആർ, ആറൻറ്റ്, ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കേട്ട് എഴുതിയെടുക്കാം. ഓക്കെ, എൻ്റെ ക്ലാസ് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കാം. എനിക്ക് എഴുതി കാട്ടുന്നതിനെക്കാട്ടിലും അത് നല്ല ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലാസ് കേട്ട പോലെയായി എഴുതിയെടുത്ത പോലെ. എഴുതിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വളരെ ഒരു പോസിറ്റീവായിട്ട് ഇത് വരും. എഴുതുമ്പോൾ നിങ്ങൾക്ക് നന്നായി പഠിക്കും. മനസ്സിലായോ? ഞാൻ എഴുതി ഇങ്ങനെ കാണിക്കുന്നതിനെക്കാട്ടിലും പെൻസിലുകൊണ്ടും പെന്നുകൊണ്ടും എഴുതി കാണിക്കുന്നതിനെക്കാട്ടിലും നിങ്ങൾ ക്ലാസ് പോസ് ചെയ്തിട്ടൊന്ന് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലോണം പഠിക്കും. ഓക്കെ, അപ്പോൾ ഐ ഹാവൻറ്റ്. ഓക്കെ, അപ്പോൾ ഐ ഡു. ഐ ഹാവൻറ്റ് ബീൻ ഫീലിംഗ് വെൽ. ഐ ഡോണ്ട് ലൈക്ക് ഈറ്റിംഗ് എനിത്തിങ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഫ്രെയിമിങ് നെഗറ്റീവ്സ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ സപ്പോസ് നമ്മൾ ഷോപ്പിലേക്ക് പോകും. ഷോപ്പിലേക്ക് പോയിട്ട് നമ്മൾ ചോദിക്കണം, ഷോപ്പ് അസിസ്റ്റൻറ്റ്, ഗുഡ് മോർണിംഗ് മാഡം, ഗുഡ് ആഫ്റ്റർനൂൺ മാഡം, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? അപ്പോൾ കസ്റ്റമർ പറയുന്നു, ഐ വുഡ് ലൈക്ക് ടു ലുക്ക് സം സാരീസ്. ഇതിന് ഷർട്ട് എന്നാണ് സാരീസ് ആക്കി. കോട്ടൺ ഓർ സിന്തറ്റിക്? ടെറിക്കോട്ടെന്ന് സ്ത്രീ പറയും. ഷുവർ മാഡം, ഇഫ് യു ഡോണ്ട് മൈൻഡ് വി ഹാവ് എക്സ്റ്റെൻഡ് റേഞ്ച് ഓഫ് ടെറിക്കോട്ട് സാരീസ്. അപ്പോൾ റേദർ ഫാൻസി ബ്ലൂ വൺസ് വിത്ത് റെഡ് സ്ട്രിപ്പ്. അപ്പോൾ എന്താ പറയുക, ബ്ലൂ വൺസ് റെഡ് സ്ട്രിപ്പായിട്ട് ഇത് സാരി, അല്ലെങ്കിൽ ബ്ലൂ വൺ വിത്ത് ഡിസൈൻസ്. സാരി ആകുമ്പോൾ അങ്ങനെയാണല്ലോ, സ്ട്രിപ്പ് ആകുമ്പോൾ ഷർട്ടല്ലേ. അപ്പോൾ അങ്ങനെ. കുഡ് യു ടേക്ക് ദം ഔട്ട് പ്ലീസ്? അതിനെ ഒന്ന് എടുത്ത് കാണിക്കാൻ പറ്റും. അപ്പോൾ എന്താണ്, ഏത് സൈസ്, എത്ര മീറ്റർ സാരിയാണ് വേണ്ടത്?
അപ്പോൾ ഷർട്ടാകുമ്പോൾ ആദ്യം അത് ഷർട്ട് വേണമെന്ന് പറയും. എത്രയാണ് കോളർ സൈസ് എന്ന് ചോദിക്കും. 15. അപ്പോൾ ഇപ്പോൾ ഈ സ്ത്രീ വന്നിരിക്കുന്നത് ഷർട്ട് നോക്കാനാണ്. ടെറി കോട്ടൺ ഷർട്ട് വേണമെന്ന് പറയും. എത്രയാണ് കോളർ സൈസ്? അപ്പോൾ ഇടയിൽ അവർ സാരി വേണമെന്ന് പറഞ്ഞു. ഞാനതിനെ സാരി ആക്കിയതാണ്. അപ്പോൾ സാരി വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇസ് ഇറ്റ് കോട്ടൺ ഓർ സിന്തറ്റിക്? ഓക്കെ, അപ്പോൾ 219 rupees. എന്താ 219 rupees പ്ലസ് ടാക്സസ്. അപ്പോൾ would you gift wrap it? ഗിഫ്റ്റ് റാപ്പ് ചെയ്യാൻ പറ്റുമോ? യു സി ഇറ്റ്സ് എ ഗിഫ്റ്റ് ടു മൈ ഹസ്ബൻഡ്. ഹസ്ബൻഡിന് ഗിഫ്റ്റാണ്. അപ്പോൾ ഹസ്ബൻഡ് പറയണു ഭാര്യയ്ക്ക് ഗിഫ്റ്റാണ് സാരി കൊടുക്കേണ്ടത്, ഗിഫ്റ്റ് റാപ്പ് ചെയ്യാം. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ആയിട്ട് കൊടുക്കണം കാർഡ്. ഹാപ്പി ബർത്ത്ഡേ എന്ന കാർഡ് എഴുതണം. ദാറ്റ്സ് വെരി കൈൻഡ് ഓഫ് യു യങ് മാൻ. എ ബൈ, ഗുഡ് ബൈ യങ് മാൻ, വെരി താങ്ക്സ്, ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞിട്ട് നിർത്തണം. അപ്പോൾ നമുക്കിവിടെ ഫ്രെയിമിങ് ക്വസ്റ്റ്യൻസ് 2. നമ്മൾ ഒരു സ്ഥലത്ത് പോയ ക്വസ്റ്റ്യൻ അവർ ചോദിക്കുക, നിങ്ങൾക്ക് ഞങ്ങൾ എന്താ ചെയ്തു തരണ്ടേ? വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? വാട്ട്സ് ദ കോളർ? ഷർട്ട് ചോദിച്ചപ്പോൾ വാട്ട്സ് ദ കോളർ സൈസ് മാഡം? വാട്ട് ഈസ് ദ കളർ ഓഫ് ദ സാരി? ഹൗ മച്ച് ഇറ്റ് ഈസ്? എത്രയാണ്? അപ്പോൾ ക്യാൻ വി സ്റ്റാർട്ട് നൗ? വിൽ ദ ബോയ്സ് ലീവ് സൂൺ? വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? ക്യാൻ ഐ ഹെൽപ്പ് യു? അപ്പോൾ വേർ ആർ യു ഗോയിങ്? Where are you going? When are you going? How far is the place? Which is faster than train or bus? Train or bus either faster? Who is your companion? Have you noticed the following? ഇതൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ all these questions begin when, where, when. പിന്നെയാണ് നമുക്കൊരു കാര്യം ചെയ്യാം, where when എന്നാണ് ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യണത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഇത് ചെയ്തിട്ട് where are you going? What are you doing? When are you going? How are you going? ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ both the questions begin with who and which. word order is not changed. നമ്മൾ ഹൂവും വിച്ചൊക്കെ നമ്മൾ പഠിച്ച് ഓർമ്മയുണ്ടോ? അതിൽ വേർഡ് ഓർഡർ ചേഞ്ച് ആവുന്നില്ല. മനസ്സിലായോ? വേർ ആർ യു ഗോയിങ്, വെൻ ആർ യു ഗോയിങ്, ഹൗ ആർ ഗോയിങ് തന്നെ വരുന്നു. ആർ ഗോയിങ് വെച്ചിട്ട് വെൻ, ഹൗ, വൈ ഇത് നമുക്ക് ചേർത്താം. സെൻറ്റൻസ് ഫോം ചേഞ്ച് ആവുന്നില്ല. അപ്പോൾ ഹൂ ഈസ് യുവർ കമ്പാനിയൻ? ഇനിയിപ്പോൾ വി ക്യാൻ സ്റ്റാർട്ട് അറ്റ് 10 o'clock. വാട്ട് ടൈം? അപ്പോൾ ഇതിൽ നമുക്ക് വി ക്യാൻ സ്റ്റേ ഇൻ ടച്ച്. വെയർ വി ക്യാൻ സ്റ്റേ? വാട്ട് ടൈം? ഇപ്പോൾ എങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഫോം ചെയ്യും? ഇത് നിങ്ങൾക്ക് തരുന്ന എക്സസൈസാണ്. ശരിക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാം. വി ക്യാൻ എഴുതിയെടുത്തോളൂ. വി ക്യാൻ സ്റ്റാർട്ട് അറ്റ് 10 o'clock. അപ്പോൾ നിങ്ങൾ എങ്ങനെ തുടങ്ങും അതിൻ്റെ ക്വസ്റ്റ്യൻ? വാട്ട് ടൈം ക്യാൻ ബി സ്റ്റാർട്ട്? ഓക്കെ. We can stay to touch. Where can we stay? My uncle will give us money. Who will give you money? Okay. അപ്പോൾ it will cost us fortune. How much it will cost? We are going by train. How are you going? അപ്പോൾ ഇതൊക്കെ നമുക്ക് ഫോർമിംഗ് ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ലെറ്റ് us bid goodbye and see you with another class. Okay.